നമസ്കാരം. സംസ്ഥാനത്ത് GSTയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വൻ തട്ടിപ്പാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് സതീശൻ പറയുന്നു. 1100 കോടിയുടെ തട്ടിപ്പാണ് നടന്നത്. ഇതുമൂലം ഖജനാവിന് 200 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറയുന്നു. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഇനിയും നിരവധി തട്ടിപ്പുകൾ നടന്നിരിക്കാമെന്നും അദ്ദേഹം പറയുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ പേരിൽ GST രജിസ്ട്രേഷൻ നടന്നു. ഇവരെ മറയാക്കി ഇടപാടുകൾ നടന്നു. പലരും ഇക്കാര്യം അറിഞ്ഞത് വളരെ വൈകിയാണ്. ഇക്കാര്യത്തിൽ CBI അന്വേഷണം നടത്തണം. പൂനെ GST ഇൻ്റലിജൻസ് ആണ് ഇക്കാര്യം കണ്ടെത്തിയതെന്നും അദ്ദേഹം പറയുന്നു. അവർ ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ സംസ്ഥാന സർക്കാർ ആവട്ടെ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. GST രജിസ്ട്രേഷൻ റദ്ദാക്കുക മാത്രമാണ് അവർ ചെയ്തത്. GST ഉദ്യോഗസ്ഥർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. സംസ്ഥാനത്തിന് 200 കോടി രൂപയുടെ GST നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും പൂനെ GST ഇൻ്റലിജൻസ് ഈ തട്ടിപ്പ് കണ്ടെത്തി 2025 ഫെബ്രുവരി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചെങ്കിലും സർക്കാർ ആകെ ചെയ്തത് ഈ രജിസ്ട്രേഷനുകൾ ക്യാൻസൽ ചെയ്യുക മാത്രമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച തട്ടിപ്പുകാരെക്കുറിച്ചോ നഷ്ടപ്പെട്ട 200 കോടി രൂപ തിരിച്ചു കിട്ടാനുള്ള നടപടികളോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. GST ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗത്തിന് തട്ടിപ്പുമായി ബന്ധമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗുരുതരമായ വിവരം ലഭിച്ചിട്ടും അത് മൂടിവെക്കാൻ സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. സംസ്ഥാനത്തെ GST ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പരിതാപകരമായ നിലയിലാണെന്നും ഇത് കേവലം നികുതി വെട്ടിപ്പ് മാത്രമല്ല ഡാറ്റ മോഷണം കൂടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. CBI അന്വേഷണം നടത്തണമെന്നും ഇരകളായി മാറിയവർക്ക് നിയമസംരക്ഷണവും അറിവും നൽകണമെന്നും ശ്രദ്ധിക്കാതെ പോയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ശബരിമല വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ടായി. 1999 40 വർഷത്തെ വാറണ്ടിയോടെയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം സ്വർണം പൂശിയത്. എന്നാൽ 20 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 2019 ദ്വാരപാലക ശില്പങ്ങൾ ശബരിമലയിൽ നിന്നും വീണ്ടും സ്വർണം പൂശാൻ എന്ന പേരിൽ കൊണ്ടുപോകുമ്പോൾ 42 കിലോയുണ്ടായിരുന്ന സ്വർണ്ണപ്പാളി തിരിച്ചെത്തിയപ്പോൾ 38 കിലോഗ്രാം മാത്രമായി മാറി. 4 കിലോഗ്രാം സ്വർണത്തിലുണ്ടായ കുറവ് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പരിശോധിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. കോടതിയുടെ അനുമതിയില്ലാതെയും മുഴുവൻ ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ടും ചെന്നൈയിലേക്ക് അയച്ചു. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് ഇതിൽ ദുരൂഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇദ്ദേഹം ആരുടെ ബിനാമിയാണെന്നും വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്പോൺസർമാരുടെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് ആളെ പ്രതിയാക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും സർക്കാരും ഈ വിഷയത്തിൽ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി 1 ലക്ഷം കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകാനുണ്ടെന്ന ചോദ്യം കഴിഞ്ഞ ദിവസം VD സതീശൻ നിയമസഭയിൽ ശക്തമായി ഉന്നയിച്ചിരുന്നു. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച ചർച്ചകൾക്കിടെയായിരുന്നു VD സതീശൻ ഇക്കാര്യം ഉന്നയിച്ചത്. ഇതിനൊപ്പം GST പിരിവിലെ അപാകതകളും സതീശൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നത്.